നമുക്ക് ആദ്യമൊക്കെ പറഞ്ഞു നമുക്കടെ അച്ഛനൊന്നും ആവണ്ട ചുമ്മാരി കൊച്ചു ചെറുക്കൻ അവനെ വിളിച്ച് പരിപാടിയൊന്നും വേണ്ടെന്നാ പറഞ്ഞു. പിന്നെയും അങ്ങനെ കറങ്ങിയാണ് നമ്മുടെ മറ്റേ രാജമാണിക്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് അതിന് സമ്മതിച്ചത്. പിന്നീട് കുഴപ്പമില്ല. ഞാൻ മിക്കവാറും എല്ലാവരുടെയും അച്ഛനായിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ അച്ഛനായിട്ടില്ല, അമ്മായിയപ്പനായിട്ടുള്ളത്. മറ്റേ ക്രിസ്ത്യൻ ബ്രദേഴ്സിന് ദിലീപ്, രാജു, പൃഥ്വിരാജ്, എല്ലാം മിക്കവാറും പെട്ട എല്ലാവരുടെ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആ വ്യക്തിയുടെ ഏജിനെക്കാട്ടിലും കുറവാണ് സാക്ഷേട്ടനെങ്കിലും അവരുടെ അച്ഛനാകുക എന്ന് പറയുന്നത്. അതൊരു നമുക്കൊരു ചലഞ്ച് അല്ലേ? അതൊരു സത്യം പറഞ്ഞാൽ അതൊരു ലക്കാണ്. എന്നുവെച്ചാൽ നമുക്ക് നമ്മളൊക്കെ ലെജൻസ് ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്നതായിട്ടുള്ള രണ്ട് പേരുടെയൊക്കെ അതേപോലത്തെ ആൾക്കാരുടെയൊക്കെ അച്ഛനായിട്ട് അഭിനയിക്കാൻ പറ്റും എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല ഇങ്ങോട്ട് വാ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തും കാര്യം പറയാൻ നടക്കുമോ? ഇല്ല. അപ്പൊ അതിനകത്ത് ആ ഒരു റെസ്പെക്ട് കിട്ടുക എന്ന് പറഞ്ഞാല് അവരും അങ്ങനെ തന്നെയാണ്. അവിടെ അവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഞാൻ സായികുമാറാണ് അല്ലെങ്കിൽ എനിക്ക് ഏജ് കുറവാണ് എന്നുള്ള രീതിയിലല്ല അവരും നിൽക്കുക. അവരവിടെ വിളിക്കുന്ന സമയത്ത് ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട്. അതെ, ആ കഥാപാത്രങ്ങളോട്. ഇപ്പൊ ചോട്ടമ്മയിലാണെങ്കിൽ തന്നെ ഇപ്പൊ രാജ്മി ദേവേട്ടന്റെ ഒക്കെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് അത് ഭയങ്കര അത് പൊളിച്ചടക്കിയ ഒരു ക്യാരക്ടർ. നാടകം മുതൽ അറിയാവുന്നതാണ്. ഞാൻ JPC നാടകം കളിക്കുന്ന സമയത്ത് രാജൻ മറ്റേ ഇവരുടെ നാടകം കളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് അന്ന് മുതലേ എനിക്കറിയാം. പിന്നെ സിനിമ വന്നതിന് ശേഷം ആ ബന്ധം അത് രാജനൊക്കെ ശുദ്ധമായ ഒരു മനുഷ്യനാണ്. അതൊക്കെ വെറും അതായത് ഇപ്പൊ നോക്കുമ്പോ ഗുഡ് സോൾ ആണല്ലേ ഒരു. അതെ, ഇപ്പൊ ഓർക്കുമ്പോ അതൊക്കെ ഒരുപാട് മെമ്മറീസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ചില സിനിമകൾ കാണുമ്പോഴൊക്കെ ചുറ്റിലും നിൽക്കുന്നവര് പലരും ഇല്ല. അപ്പൊ നമ്മള് അങ്ങോട്ട് പോകും. പണ്ട് മധുസാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ സിനിമ കാണാൻ പേടിയാടാ, ആരും ഇല്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടില്ല, അതെന്ത് പേടിക്കാനെന്താ. പക്ഷെ ഇപ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. എന്നുവെച്ചാൽ എന്താ പറയാ, ഇതിനൊരു പകരം ഇല്ലല്ലോ ഒരാള്. ഇനി ഒന്ന് കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇല്ലല്ലോ. അപ്പം നമ്മള് സത്യം പറഞ്ഞാൽ കുടുംബത്തിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള ഇവരുടെയൊക്കെ കൂടെ അല്ലേ സെറ്റുകളിലും പിന്നെ തമാശകൾ പറയാനും അപ്പോഴത്തെ ഓരോ സംഭവങ്ങളും സീൻസ് ചെയ്തതിന്റെ ഒരു സംഭവങ്ങളും ഇങ്ങനെ പടപെടാന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നു പോകും ഒരു ഇതൊക്കെ കാണുമ്പോൾ. അപ്പൊ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ നിന്ന് കാണാൻ തോന്നില്ല. പഴയ പടങ്ങൾ കാണാൻ ഇപ്പം ഭയങ്കര തോന്നത്തില്ല, പ്രയാസം, ഒരു നൊസ്റ്റാൾജിയ, ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത്